നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ടേസ്റ്റ് കാരണേ പെട്ടെന്ന് കഴിച്ചപ്പോ ഉമിനീര് നെറുകയിൽ കയറിയതാണെന്ന് തോന്നുന്നു. അതായിരിക്കും ഛർദിക്കാൻ തോന്നിയത്. അത് ഇന്ന് ഒരെണ്ണം ഞാനും എടുത്ത് കഴിച്ചു നോക്കി. എനിക്ക് ഇവിടം വരെ ഓടി വരാനുള്ള സമയം കിട്ടിയില്ല. അടുക്കളയിലെ സിങ്കിൽ തന്നെ വൊമിറ്റ് ചെയ്തു. എന്താന്നറിയില്ല, ഇത്തവണ അങ്ങോട്ട് ശരിയായില്ലല്ലേ. ഇതാ പറയുന്നത്, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ലെന്ന്. വിഷമിക്കണ്ട കേട്ടോ. വിഷമൊന്നുമില്ല, പക്ഷേ നീ ഛർദിക്കുന്ന കണ്ടപ്പോ ഉള്ളിലൊരു വേണ്ടാത്ത തോന്നലുണ്ടായി. അതിലൊരു സങ്കടവും തോന്നി. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നിനക്ക് ഛർദിയോ മനംപുരട്ടലോ വന്നാ അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, നമുക്ക് കുഞ്ഞു പിറക്കാൻ പോവാണെന്ന്. നിന്റെ വയറ്റിലൊരു കുഞ്ഞു പിറന്ന് അതിന്റെ പേരിൽ നീ ഛർദിക്കുമ്പോ പുറകിൽ വന്ന് ഈ മുതുക് തടവി തരുന്ന എനിക്ക് സങ്കടത്തേക്കാൾ അപ്പോ ഭയങ്കര സന്തോഷമായിരുന്നേനെ. നമുക്ക് കുട്ടികളുണ്ടാവാത്തതിൽ എന്നെക്കാൾ വിഷമം ഏട്ടനാണെന്ന് എനിക്കറിയാം. നിനക്കും വിഷമമുണ്ട്. എന്നെ അത് അറിയിക്കാതിരിക്കാനല്ലേ എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്നേ. ഞാൻ ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളെല്ലാം കൊള്ളില്ലെങ്കിൽ പോലും സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നത് എന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാരമില്ല മോളെ, ദൈവം തീരുമാനിച്ചു കാണും. നിങ്ങള് ഭാര്യയും ഭർത്താവും മാത്രം പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ മതിയെന്ന്. ആ സ്നേഹം വേറെ ആർക്കും പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരാത്തത്. 3 വർഷം കുട്ടികളുണ്ടാവാറുന്ന കൂട്ടുകാരന് ഇപ്പൊ കുഞ്ഞു വന്നപ്പോ ഏട്ടന് വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടായല്ലേ? പ്രതീക്ഷയല്ല, ഒരിക്കലും അവസാനിക്കാത്ത ഒരു മോഹമല്ലേ അത്. നമ്മുടേതെന്ന് പറയാനായിട്ട് ഒരു കുഞ്ഞ്, ഒരു അനന്തരാവകാശി. ആ, സാരമില്ല, പോട്ടെ. ആശുപത്രി പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും ഏട്ടൻ എന്താ നിർബന്ധിക്കായിരുന്നേ? എന്നും കുന്നും ഡോക്ടർമാരുടെ മുന്നിൽ ചെന്നിരുന്നു കൊടുക്കാൻ നിനക്കും ഒരു വിഷമം കാണില്ലേ? സാരമില്ല, കൂട്ടുകാരൻ പറഞ്ഞ ഡോക്ടറില്ലേ, നമുക്ക് അയാളെ പോയെന്ന് കണ്ടാലോ ഏട്ടാ? സത്യമാണോ? നീ വരുമോ മോളെ? വരും. നാളെ തന്നെ ഞാൻ സുന്ദരി മാഡത്തോട് ലീവ് ചോദിക്കാം. മറ്റന്നാളത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്കും പോവാം. എങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറയട്ടെ. വെപ്രാളം കാണിക്കല്ലേ. ഞാൻ നാളെ പോയി ലീവ് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഏട്ടനെ വിളിച്ച് പറയാം. അതിനുശേഷം അപ്പോയിന്റ്മെന്റ് എടുത്താ മതി. സന്തോഷമായി. ഞാൻ പോയി ആ ബാക്കി പലഹാരം കുറച്ചുകൂടി ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കിയോല്ലോ എന്ന് ആലോചിക്കുക. അത് വേണോ ഏട്ടാ? വേണ്ട അല്ലേ? ചിലപ്പോ രണ്ടുപേരും ഛർദിച്ച് ആശുപത്രിയിലായാലോ? അത് ശരിയാ. പക്ഷേ അടുത്ത ഞാൻ പൊളിക്കും. ഒരു ബെസ്റ്റ് ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇത് പോട്ടെ. എന്താ ഇടയന കണ്ടോ? ക്രിസ്റ്റിയുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട് എന്നെ വേണം പറയാൻ. നോണം കെട്ട ഏർപ്പാട്. ക്രിസ്റ്റി, നീ കാര്യം എന്താ എന്ന് പറ. നമ്മളെ വളർത്തിക്കെട്ടി വലുതാക്കി വാഴിച്ചിട്ട് സ്വയം നിസ്സഹായത അഭിനയിച്ച് കൈ മലർത്തുന്ന പൊളിറ്റീഷ്യന്റെ
സ്ഥിരം തന്ത്രം പുറത്തെടുത്തു അയാള്. ക്രിസ്റ്റീൻ ഡയാനയും ചേർന്ന് തീരുമാനിച്ച ഒരു കളക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. ഇതിലെ മേയറൊക്കെ നിസ്സഹായന്മാരല്ലേ എന്ന് പറഞ്ഞ് നല്ല വൃത്തിക്കങ്ങ് കൈ കഴുകിയ അയാള്. എത്ര കൈ കഴുകിയാലും ക്രിസ്റ്റിയുടെ നോട്ടിന്റെ മണം ആ കൈകളിൽ നിന്ന് പോവില്ല. മേയറും കൂടെ കൈവിട്ട സ്ഥിതിക്ക് ആ കളക്ടറെ ഒന്നുകൂടി അനുനയിപ്പിക്കാൻ ശ്രമിച്ചാലോ? എങ്ങനെ? ഞാൻ ചെന്ന് കീഴടങ്ങി കൊടുക്കണമെന്നാണ് അവളുടെ മുന്നിൽ. മാർച്ച് 15-ന് ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയില്ലെങ്കിൽ ബോട്ടും ബാറും എല്ലാം വിറ്റൊടുക്കി ഏതെങ്കിലും വയനാടൻ കാട്ടിലേക്ക് ഒളിച്ചോടുന്നതാവും നല്ലത്. ഇവിടെ തലപൊക്കി നിൽക്കാന്ന് കരുതണ്ട. 5 കുടുംബങ്ങൾ, 5 സെന്റ് ഭൂമി, 5 വീടുകൾ, 5 പേർക്ക് തൊഴിൽ. എന്താ സമ്മതിച്ചു കൊടുക്കണോ? ഞാൻ സമ്മതിച്ചു കൊടുക്കാതെ തരമില്ലല്ലോ. കൈകൊണ്ട് വാങ്ങിയവന്മാരും ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയവന്മാരും എല്ലാം കൈമലർത്തി കാണിച്ചില്ലേ? എല്ലാം ശരിയാക്കാന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആ ശിവദാസൻ എവിടെ? അയാളും ഭയന്ന് മാളത്തിൽ ഒളിച്ചില്ലേ? ശിവദാസ സാർ വരുന്നുണ്ട്. നിങ്ങളെ വന്ന് കണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. ഡയാന പോയി കണ്ടുവല്ലേ? ശിവദാസൻ സാറേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇത് നിങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി. അത് കറക്റ്റ്, മാഡം പറഞ്ഞത് കറക്റ്റ്. പക്ഷെ കറക്റ്റ് അല്ല. കാരണം അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതാ ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രഭാഷണമൊന്നും വേണ്ട. ഹൈപ്പർ മാർക്കറ്റ് പറഞ്ഞ ദിവസം തുറക്കാൻ പറ്റുമോ ഇല്ലയോ? ആ സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അത് മാത്രം അറിഞ്ഞാ മതി. സ്റ്റേ ഓർഡർ വെക്കറ്റ് ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. പിന്നല്ലേ, അത് ഞങ്ങൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഹൈക്കോടതി പോകേണ്ടി വരുമെന്നേ ഉള്ളൂ. എത്ര നാൾ കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പറയുന്നത്? ക്രിസ്റ്റി സാറ് ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ഹൈക്കോടതി നൂലാമാലകളൊക്കെ കഴിഞ്ഞ് ഊരി എടുക്കണമെങ്കിൽ കുറച്ചൊരു 4-5 വർഷമെങ്കിലും എടുക്കും. മാർച്ച് 15-നപ്പുറം ഒരു ഡേറ്റ് എനിക്കില്ല. തീരുമാനിച്ച തീയതി എന്ന തീരുമാനത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങളും തയ്യാറായേ പറ്റൂ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നില്ല, കളക്ടർ പറയുന്ന വഴിക്ക് തന്നെ പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. ഒരു കോടതിയും കയറി ഇറങ്ങണ്ട. 5 കുടുംബങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ. 5 25 സെന്റ് വസ്തു, ഓരോ കുഞ്ഞു വീട്, അതിനൊരു 25 ലക്ഷം. പിന്നെ പണി, അത് നമുക്ക് കൊടുക്കാം. പണി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പോയിട്ടല്ലേ വേറെ ആളുള്ളൂ. തോറ്റു കൊടുക്കണമെന്ന് അല്ലേ? ഇതിനെ തോൽവിയായിട്ട് കണ്ട തോൽവി തന്നെയാണ്. പക്ഷെ ഞങ്ങള് രാഷ്ട്രീയക്കാര് ചില തോൽവികളെ അടവു നയം എന്നാ വിളിക്കുന്നത്. അത് മുഖം രക്ഷിക്കാൻ അണികളോട് പറയുന്ന ബുദ്ധിപരമായ കള്ളമല്ലേ സാറേ? അല്ല ഡയാന, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തോറ്റു പിന്മാറി കൊടുക്കണം. ഇതൊരു തുടക്കമല്ലേ. കളക്ടർ ചുമ്മാ അങ്ങ് ജയിക്കട്ടെ എന്ന്. ഒരിടത്ത് ജയിച്ചു കഴിയുമ്പോ പുള്ളിക്കാരി തന്നെ 5 ഇടത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ തോറ്റു തരും.